ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശ്രീ സെബി പഴയാറ്റിലിൻ്റെ ഉടമസ്ഥയിലുള്ള അന്ന സിസ് ഫാമിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. വലിയ ഒരു ഫാമായ അന്ന സിസ് ഫാമിലെ പശുക്കളെ സംബന്ധിച്ച ദൃശ്യങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ചയിൽ കാണാൻ കഴിഞ്ഞത്. പശുക്കളല്ലാതെ ഒട്ടനവധി മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഈ ഫാമിലുണ്ട്. അവയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ ആഴ്ചയിൽ. ഏവർക്കും അതൊക്കെ കാണാനായി സ്വാഗതം. ഇവിടെ എത്ര ആടുണ്ട്? ഇവിടെ 70 തന്നെയുണ്ട്. പിന്നെ അവിടെ ഈ ആട് വളർത്തൽ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ട്? 9 വർഷമായി. 8-9 വർഷമായിട്ട് തുടക്കത്തിലേ ഉണ്ടായിരുന്നു. ആടുകളെ കറക്കുമോ ഇവിടെ? ഇല്ലില്ല, കുഞ്ഞുങ്ങളെ കൂടെ എല്ലാം കുടിക്കാൻ വേണ്ടി ഇവിടെ. പ്രസവമൊക്കെ എവിടെയാണ്? അത് ഇവിടെ നമ്മൾ അവരെ അങ്ങോട്ട് മാറ്റും. ഈ രാത്രിയൊക്കെ പ്രസവം ഉണ്ടാവും? രാത്രി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അറിയണമെങ്കിൽ വരും. അതുകൊണ്ട് ദോഷമൊന്നും വരാറില്ല. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല സാറേ. വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ തമിഴ്നാട് താമസിച്ചുകൊണ്ട് എന്തെങ്കിലും അത്യാവശ്യമായിട്ടാണ്. ഈ തള്ളയുടെ പാലൊക്കെ പിടിച്ച് കുറച്ച് വലുതാകുമ്പോൾ തള്ളയുടെ തീറ്റയൊക്കെ കുറേശ്ശെ എല്ലാവർക്കും തീറ്റ വേണം. അങ്ങനായിട്ട് ഈ ആടിന് തീറ്റയിൽ എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്? തീറ്റയിൽ മെയിനായിട്ട് പട്ടാണിപ്പൊട്ട്, ഗോതമ്പ് മാവ്, ഉഴുന്ന് തവിട്, തേങ്ങപ്പിണ്ണാക്ക്, ചോളമാവ്, പിന്നെ കാൽസ്യം പൗഡർ മിക്സ് ചെയ്യും, ഉപ്പ് മിക്സ് ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ലിവർ ടോണിക്കും കൊടുക്കും. റൂമിസ് ഒരു പൗഡർ കൊടുക്കും. ഇതൊക്കെ കൂടി ചേർത്ത് ദിവസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കും, 2 പ്രാവശ്യം കൊടുക്കും? ഒരു പ്രാവശ്യം. ധാരാളം ഇല കൊടുക്കും. പ്ലാവിൻ്റെ ഇല, മാവിൻ്റെ ഇല, പുല്ല് എല്ലാം കൊടുക്കും. പ്ലാവില ഉണ്ടെങ്കിൽ ഇവിടുത്തെ ആടുകളെല്ലാം എന്തായാലും കൊടുത്താലും. ഇത്രയും സ്ഥലം ആടിന് വെച്ചേക്കുന്ന ഇതൊരു 10-12 സെന്റ് രാത്രി അങ്ങോട്ട് കയറ്റും ഇല്ലേ? അവര് തന്നെ കയറിക്കോളും. തന്നെ കയറിക്കോളും. ഗേറ്റ് അടയ്ക്കും. ബാക്കി പ്രസവമൊക്കെ ഉണ്ടാകുമ്പോഴെങ്ങനെ അറിയുന്നുള്ളത്? പിറ്റേ ദിവസമല്ലേ അറിയുള്ളൂ? അതിലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ കാണാം. അപ്പോൾ ഞങ്ങള് സെപ്പറേറ്റ് മാറ്റി കിട്ടും. ചിലതിന് മാത്രമാണ് ഇപ്പം നമുക്കറിയാൻ പറ്റും. പ്രസവിച്ചാലും കാലത്ത് വരുന്ന കണ്ട് മാറ്റി കേട്ടാൽ ആദ്യത്തെ 1-2 ദിവസം പിടിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അത് തന്നെ കുടിച്ചു കൊടുക്കും. അമ്മമാർക്ക് അവരാരും കുഞ്ഞുങ്ങളറിഞ്ഞവര് നമ്മള് ആടിനെ കറക്കുമോ? കുട്ടികൾക്കാണ് ആട്ടുകുട്ടികൾ എന്ത് പ്രായമാകുമ്പോ തീറ്റയൊക്കെ തില്ലാൻ തുടങ്ങും? 1 മാസത്തോളം കറക്റ്റായിട്ട് പാല് കുടിച്ച് പിന്നെ തീറ്റ വെച്ചോട്ട് കുറേശ്ശെ തീറ്റ തിന്നും. അവർക്ക് അവരുടെ കൂടെ സെപ്പറേറ്റ് ഇത്തിരി വേറെ നീക്കി വെച്ച് കൊടുക്കണേ. അവര് ആ തള്ളമാര് തിന്നണ കണ്ട് ഈ അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റി കഴിഞ്ഞാല് എത്ര നാളാകുമ്പോ പിന്നെ ഈ കൂട്ടിലേക്ക് കൊണ്ടുവരും? അവര് പാലുകൂടി മാറിന്ന് ഏകദേശം തീറ്റ എടുത്ത് തിന്നു തുടങ്ങുമ്പോ അത് കഴിയുമ്പോ മറ്റുള്ള ആടുകൾ ഇരിക്കില്ല. ഇവർക്ക് അറിയാം, വലിയ കുഴപ്പമില്ല. പിന്നെ പുറമേ വല്ല ആളുകൾ ഇപ്പൊ ക്രോസ് കഴിക്കാൻ അങ്ങനെ കൊണ്ടൊന്നും അവർക്ക് അറിയില്ലല്ലോ. ഇവരുടെ മണം നല്ലതാണ്. നമ്മള് മുട്ട കുഞ്ഞിനെ മാത്രം കൊടുക്കുള്ള പെൺകുഞ്ഞിനെയും കൊടുക്കും. അത് എങ്ങനെയാണ്? അത് തൂക്കത്തിലാണ്. ലൈവ് വെയിറ്റ്. ഈ ഒരാട്ടുംകുഴിച്ച് ജനിച്ചാൽ എത്ര നാള് കഴിയുമ്പോൾ അത് പ്രസവിക്കും? സാധാരണ പ്രസവിക്കും. അതായത് 6 മാസമാണ് ഒരു ആടിന്റെ മെച്യൂരിറ്റി. അത് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം മതി. 6 മാസം. 6 മാസം കഴിയുമ്പോൾ അത് ഇളവ് കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യിക്കാം.
പ്രസവിച്ച് പിന്നെ 5.5 മാസമാണല്ലോ പ്രസവകാലം. അപ്പോൾ ആദ്യത്തെ ഒരു തവണ നമുക്ക് ഒരു കുട്ടീൻ്റെ പ്രതീക്ഷ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ പ്രസവത്തിലും ആവറേജ് 2 കുഞ്ഞിനെ വെച്ച് നമുക്ക് കിട്ടും. അതാണ് ആട് വളർത്തലിലെ മെയിനായിട്ടുള്ളൊരു ലാഭം എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് കെയർ കുറവ് മതി. പിന്നെ 100 ആടുണ്ടെങ്കിലും ഒരാളുണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഓടിക്കാം. പശുവിൻ്റെ അത്ര ഒന്നും കെയർ നമുക്ക് ആടിന് വരുന്നില്ല. ഈ ചേർപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ മുട്ടനാടുകളെ അഴിച്ചുവിട്ടിരിക്കുകയല്ലേ? അല്ല, മുട്ടനാടിനെ കെട്ടിട്ടേക്കാണ്. അപ്പൊ ആ ഇണ ചേരുന്ന സമയമാകുമ്പോ ഒറ്റയാട് അതിന്റെ അടുത്തേക്ക് ചെന്നോളും. നമ്മള് ഇടപെടേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, പശുവിനെ പോലെയുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല. അപ്പൊ നമ്മള് ഹീറ്റ് നോക്കേണ്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പോയി കൂടിക്കോളും. പിന്നെ ഇവർക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളില്ല. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഒരു സേഫ് ബിസിനസ് ആണ് ആട്. വിൽപ്പന എളുപ്പമാണ്. അതിൽ വിപണിയുണ്ട്. വിപണിക്ക് ഡിമാൻഡ് കുറവും വരുന്നില്ല. പിന്നെ നമുക്ക് സമയാസമയങ്ങളിൽ കൃത്യസമയം വെച്ചിട്ടുള്ള ഒരു കെയർ ഇതിന് ആവശ്യം വരുന്നു. തീറ്റ കൊടുക്കല് എങ്ങനെ? ഇപ്പൊ രാവിലെ എപ്പോ കൊടുക്കും? രാവിലെയൊക്കെ ഞങ്ങൾ പച്ചലയാണ് കൊടുക്കുന്നത്. അത് ഒരാഴ്ച വിട്ടിട്ട് പച്ചല കൊടുക്കും. അതിപ്പോ പറമ്പിലെ പുല്ലായാലും മാവ് പ്ലാവിൻ്റെ അല്ല എന്ത് തന്നെയായാലും കൊടുത്താലും തിന്നോളും. അത് കഴിഞ്ഞ് ഉച്ച തിരിഞ്ഞിട്ടാണ് കൂട്ടിൽ തീറ്റ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ കൂട് അടച്ചു. അപ്പോൾ അതിൻ്റെ മെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആട്ടുകാഷ്ടമൊന്നും പുറത്ത് പോകില്ല, പറമ്പിൽ പോകില്ല. എല്ലാം ഇതിൻ്റെ അടിയിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റും. ആട്ടുകാട്ടത്തിന് നല്ല ഡിമാൻഡാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് ആടുകളൊന്നും ഇവിടെ ഇല്ല. അതായത് അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള ആടുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. നമ്മുടെ കേരളത്തിൻ്റെ മലബാറി നാടൻ ക്രോസ് ആടുകളാണ് എല്ലാം തന്നെ. കാരണം അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതനുസരിച്ച് ആയിക്കോട്ടെ എന്നുള്ളൊരൊറ്റ ഇതാണ്. പിന്നെ അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്ക് ഈ ആണോ പെണ്ണോ എന്നുള്ള നോട്ടേ ഉള്ളൂ. തൂക്കത്തിന് വരെ വില അല്ല, മുട്ടനാടിന് അല്ലാതെ വില കുറവാണ്. എനൊന്നും നോട്ടമില്ല. ഇല്ല, എനൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് 24 മാസത്തിൽ 3 പ്രസവം എന്നുള്ളതാണ്. അത് ശരി. 2 വർഷത്തിൽ 3 പ്രസവം. 2 വർഷത്തിൽ 3 പ്രസവം. അത് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കുളിപ്പിക്കലോ ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. ഈ വെളിയിലോട്ട് തുറന്നു വിടുന്നത് എപ്പോഴാണ്? അത് രാവിലെ തുറന്നു വിടും. ഒരു 8:30-9 മണിയാകുമ്പോൾ വരെ തുറന്നു വിടും. ഇലയൊക്കെ കൊടുക്കുന്നത് വെളിയിൽ വെച്ചാണ്? അത് അവിടെ നിന്ന് അങ്ങ് ഇറക്കിയിട്ട് കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് വരുന്നില്ല. ഇപ്പൊ തീറ്റയാണെങ്കിലും ഇതിലെ വരുന്നു. ഒരാൾ വന്ന തീറ്റ എല്ലാം ഉള്ളിലെടുത്ത് വെച്ച് ഡോറ് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആടെല്ലാം അകത്ത് കയറും. പാലിന്റെ നോട്ടം ഇല്ല. ഇതിൽ വല്ലവരും കുഞ്ഞുങ്ങൾക്ക് വല്ല ആയുർവേദ മരുന്ന് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ചോദിച്ചാൽ മാത്രം ഞങ്ങൾ കൊടുക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ആട്ടുംപാല് വിപണിയില്ല. ഇല്ല, അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അതായത് ഡിമാൻഡുണ്ട്, ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, അതനുസരിച്ച് കൊടുക്കാൻ നമുക്ക് ഇല്ല. പിന്നെ നമ്മൾ ഇവിടെ വളർത്താനുള്ള പെൺകുഞ്ഞുങ്ങളെ അടയാളപ്പെടുത്തി നിർത്തും. അത് നമ്മൾ ചില ലക്ഷണോത്തരങ്ങളെ നമുക്ക് ഇഷ്ടപ്പെട്ടത് അടയാളം നമ്മളിവിടെ നിർത്തും. തന്നെ കൊടുക്കില്ല. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ്. നമ്മുടെ ഈ ജില്ലയ്ക്ക് തന്നെ മാതൃകാപരമാണ് സെബിയുടെ പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോപോണിക്സിൻ്റെ കേസിൽ ഈ യൂണിറ്റ് ഒരു അടിസ്ഥാന യൂണിറ്റായി കണ്ടുകൊണ്ടാണ് ക്ഷീരവികസന വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ സമഗ്ര ക്ഷീരവികസന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തീറ്റപ്പുൽ കൃഷി വ്യാപന പരിപാടിയിൽ ജില്ലയിലെ 11 ഗുണഭോക്താക്കൾക്ക് ഹൈഡ്രോപോണിക്സ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും നമ്മൾ തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ പരിശീലനം എല്ലാം സംഘടിപ്പിച്ചത് ഈ ഫാമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 11 ഗുണഭോക്താക്കളെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഹൈഡ്രോപോണിക്സ് ഈ ജില്ലയിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. 11 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 11 യൂണിറ്റുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ശരി.
ഇതിന് നമ്മൾ സബ്സിഡി വല്ലതും കൊടുക്കും? 1.25 ലക്ഷം രൂപയാണ് ക്ഷീരവികസന വകുപ്പിന് ധനസഹായമായിട്ട് ഈ IDB പദ്ധതി മുഖേന നൽകിയിട്ടുണ്ട്. സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഈ ഹൈഡ്രോപോണിക്സ് എന്താ സാർ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനമൊക്കെ പുള്ളി വിവരിച്ചു, എന്നാലും അതിന് എന്താണ് അതിൻ്റെ ആപേക്ഷികമായ? നമ്മുടെ യഥാർത്ഥത്തിൽ കൃഷിഭൂമിയുടെ ലഭ്യത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ, വ്യാവസായികമായിട്ട് മുന്നേറുന്ന പ്രദേശങ്ങളിൽ മറ്റും ഈ ഫാം അത്യന്താപേക്ഷിതമാണ്. ഡയറി ഫാമുകൾക്ക് അത്യന്താപേക്ഷിതമാണ്. അവിടെ പുൽകൃഷിക്ക് നമ്മൾ പശു വളർത്തലിന് ആവശ്യമായ തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത ഇത്തരത്തിൽ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. അതായത് പുൽകൃഷിക്ക് വേണ്ടി വേറെ സ്ഥലമൊന്നും അധികം മാറ്റിവെക്കാനില്ലാത്ത കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പദ്ധതി. ഈ വർഷം ക്ഷീരവികസന വകുപ്പിൻ്റെ വാർഷിക പദ്ധതിയിൽ നമ്മൾ ആവശ്യാധിഷ്ഠിത സഹായമായിട്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന 11 യൂണിറ്റിലെ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ഇപ്പം ഏറ്റവും ഇവർക്കുണ്ടാകുന്ന പ്രതിസന്ധി, ഇപ്പം ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായത് കൂടിയ വൈദ്യുതി നിരക്കാണ് ഒന്ന്, പിന്നെ സീഡിൻ്റെ കോസ്റ്റ്. അപ്പം ക്ഷീരവികസന വകുപ്പ് 2015-16 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ചെലവഴിച്ച് ഇവർ വൈദ്യുതി ചാർജ് ആയിട്ടും അതുപോലെ സീഡ് കോസ്റ്റായിട്ടും വരുന്ന 1 ലക്ഷം രൂപയിൽ പകുതി 50,000 രൂപ ധനസഹായമായിട്ട് ഇത്തരത്തിലുള്ള 11 യൂണിറ്റുകൾക്കും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ഈ പശുവിൻ്റെ വളർത്തുന്ന തൊഴുത്തുകൾക്കും അതിൻ്റെ ചെലവുകൾക്കും ഒക്കെ വൈദ്യുതി നിരക്ക് അഗ്രികൾച്ചറൽ ടാരിഫിലല്ലേ? അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റേറ്റ് വേറെയാണ്. അല്ല, ഇതിനും റേറ്റ് വേറെയാണ്. ഫാംസ്, നമ്മൾ ഡയറി ഫാംസിന് വേറെ റേറ്റിലാണ്, താരിഫ് റേറ്റ് വേറെയാണ്. ആ റേറ്റ് ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പം കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പോളി ഹൗസിന്റെ ഉടമകൾക്ക് ആ വൈദ്യുതി നിരക്ക് ഈ താരിഫിലേക്ക്, കൃഷിയുടെ താരിഫിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലും അത്യന്താപേക്ഷിതമാണ് നമ്മുടെ കേരളത്തിലെ ഡയറി ഫാമിന്റെ ഉടമകളായിട്ട് കർഷകരുടെ ആക്ടിവിറ്റി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതും അത്തരത്തിൽ ആ റേറ്റിലേക്ക് വൈദ്യുതി നിരക്ക് ലഘൂകരിച്ച് കർഷകർക്ക് നൽകാൻ പോകും. അതിപ്പോൾ ഡയറി ഡയറക്ടറുടെ റെക്കമെൻഡേഷൻ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അത് അതിൻ്റെ ആദ്യഘട്ടമെന്നല്ലാണ്, പെട്ടെന്ന് ഇവർക്ക് ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയാണ് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അവശ്യാധിഷ്ഠിത ധനസഹായമായിട്ട് നമ്മൾ ഇത്തരത്തിൽ 50,000 രൂപ ഈ ഹൈഡ്രോപോണിക്സ് ചെയ്യുന്ന കർഷകർക്ക്, എന്നുവെച്ചാൽ ജില്ലയിൽ തിരഞ്ഞെടുത്ത 11 കർഷകർക്ക് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു. വേറെ നമുക്ക് ഇപ്പോൾ ഇവിടെ 10-40 വർഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. ക്ഷീരവികസന വകുപ്പ് തന്നെ 2013-14 കാലഘട്ടത്തിൽ ഈ യൂണിറ്റിൽ തന്നെ 30 കിടാരികളെ വളർത്തുന്ന പദ്ധതിയിൽ ആനുകൂല്യം നൽകിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ നമ്മുടെ സെബിക്ക് നൽകിയിട്ടുണ്ട്. അല്ല, ഇവിടെ കിടാരികളെ കാര്യമായിട്ട് വളർത്തുന്നുണ്ട്. അത് മാതൃകാപരമാണ്, തീർച്ചയായിട്ടും മാതൃകാപരമാണ്. നമ്മൾ മറ്റൊരു ഉൽപ്പന്നം വാങ്ങുന്ന പോലെ പോയി നല്ലൊരു കിടാരിയെ അല്ലെങ്കിൽ വാങ്ങുന്ന പോലെ നമുക്ക് പറ്റില്ല, ഇത് വളർത്തിയേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ജില്ലയിലെ നിലവിലുള്ള സ്ഥിതി പറയുകയാണെങ്കിൽ ഈ IDP പദ്ധതി സർക്കാരിൻ്റെ സമഗ്ര ക്ഷീരവികസന പദ്ധതി പ്രകാരം ജില്ലയിലെ പാലുൽപാദനത്തിൽ നല്ല വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ 5 കോടി രൂപയുടെ പദ്ധതിയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 30-ന് പദ്ധതി പൂർത്തീകരിച്ചു. ജില്ലയിലെ നമ്മൾ ഏപ്രിൽ മാസത്തിലെ പ്രതിദിന പാൽ സംഘടിത മേഖലയിലെ കണക്കുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അത് പ്രതിദിനം 12,008 ലിറ്ററിന്റെ വർധനവ് ജില്ലയിൽ രേഖപ്പെടുത്തി. 12,008 ലിറ്റർ പ്രതിദിനം വർധനവ് ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതി ലക്ഷ്യമിടുമ്പോൾ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരുന്ന സമഗ്ര ക്ഷീരവികസന പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത് 10,000 ലിറ്ററിന്റെ വർധനമാണ്. പക്ഷെ നമ്മൾ ഏപ്രിൽ മാസത്തിലെ അവലോകനത്തിൽ തന്നെ അത് 12,008 ലിറ്റർ ആയിട്ട് ഈ ജില്ലയിലായിരിക്കും സാധിച്ചത്. എല്ലാ ജില്ലയിലും അല്ല, ഈ ജില്ലയിൽ ആ പദ്ധതി ഉണ്ടായിരുന്നു. ഈ ജില്ലയിൽ കണ്ണൂർ ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലയ്ക്കുമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പദ്ധതി സമഗ്ര ക്ഷീരവികസന പദ്ധതി ഉണ്ടായിരുന്നു. അത് ശരി. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഡയറി ഡെവലപ്മെന്റിലെ ഓഫീസേഴ്സ് ആണെന്ന് എനിക്കറിയാം. ഓരോരുത്തരും പ്രത്യേകം അറിയില്ല. സാർ ഒന്ന് പരിചയപ്പെടുത്തിയാൽ. എൻ്റെ പേര് റാഫി പോൾ എന്നാണ്. ഞാൻ ക്ഷീരവികസന വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യണം, തൃശ്ശൂർ ഓഫീസർ. ഞാൻ കവിത, ഇവിടെ മാള ബ്ലോക്കിലെ ക്ഷീരവികസന ഓഫീസറാണ്. അത് ശരി. ഞാൻ മാളയുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറാണ്, വിധു. അത് ശരി. അപ്പോൾ ഈ ഫാം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുമല്ലോ. പണ്ടേ ആദ്യം മുതലേ ഇവിടെ വരാറുള്ളതാണ്. പിന്നെ സെബി വളരെ ഇന്നോവേറ്റീവായിട്ട് ഐഡിയാസ് പ്രസന്റ് ചെയ്യാനും അത് മറ്റു കർഷകരായിട്ട് ഷെയർ ചെയ്യാനും വളരെയധികം താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമുക്കറിയാം ഹൈഡ്രോപോണിക്. അപ്പോൾ ഞങ്ങൾ ജില്ലയിൽ കഴിഞ്ഞ വർഷം സ്കീം ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഈ വീട്ടിൽ വെച്ചായിരുന്നു നമ്മുടെ കർഷകർക്ക് പരിശീലനം കൊടുത്തത്. എല്ലാം കോർഡിനേറ്റ് ചെയ്തത് സെബി ആയിരുന്നു. അപ്പോൾ പണ്ട് ഇവിടെ ഞാൻ എൻ്റെ മറക്കാത്തൊരു സംഭവം എന്താ വെച്ചാൽ ഇവിടെ
നിങ്ങൾക്ക് അറിയാവുന്ന അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി. അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് അന്തിക്കാട് വർക്ക് ചെയ്യുമ്പോൾ കർഷകരെ കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്ത് ഇതിൽ കയറിയിട്ടുണ്ട്. ഓ അത് ശരി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ എവിടെയും അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. 10 രൂപയാണ് ടിക്കറ്റ് ആയിരുന്നത്. അല്ല, ഇതൊരു ടൂറിസ്റ്റ് ഫാമായിട്ട് വികസിപ്പിക്കാവുന്ന സ്കോപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും അന്ന് ഇതിനെയും കുറിച്ച് സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കർഷകരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയും ഫാമുകൾ ആരംഭിക്കുകയാണെങ്കിൽ കർഷകർ കാണാൻ താല്പര്യം കാണിക്കും. അന്ന് ഇതുമാതിരി പശു, ആട്, കോഴി, പ്രാവ് എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ കർഷകർക്ക് പിന്നെ ഷെയർ ചെയ്യാൻ ഇവിടുത്തെ എമു വാർത്തയിലെ ഇവിടെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവുന്നുണ്ട്. പലയിടത്തും വാർത്തകൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാറില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇൻക്യുബേറ്റ് ചെയ്യാറുണ്ട്, തനിയെ ഉണ്ടാവാറുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് തന്നെയാണ്. ഇവർക്ക് ഈ ഹൈഡ്രോപോണിക്സ് ഇപ്പൊ ഇവരാണെന്ന് തോന്നുന്നു ഈ ജില്ലയിൽ ഇപ്പൊ മുമ്പ്. ജില്ലയിലല്ല, കേരളത്തിൽ തന്നെ എൻ്റെ അറിവില്ല അവർ തന്നെയാണ്. ജില്ലയിൽ ഇവിടെ വെച്ചിട്ടുണ്ട്, പരിശീലനം ഇവിടെ വെച്ചിട്ടായിരുന്നു. സെബിയുടെ വൈഫ് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തുടങ്ങിയത് അല്പം മുമ്പ് വരെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? മാളശ്ശേരി വികസന യൂണിറ്റിന്റെ പരിധിയിലാണ് ഈ അന്നാസ് ഫാം വരുന്നത്. അതിൽ ഒരു ലേഡി ഇതുമാതിരി ഈ ഒരു ഫാം നടത്തിക്കൊണ്ട് പോവുക, അതിൻ്റെ ഇത്രയും ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അന്നാസിസ് ഫാമിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, പ്രചോദനം അർഹിക്കുന്ന കാര്യവുമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫാം സന്ദർശിക്കുന്ന ആളാണ്. ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴും വരുന്ന ആൾ തന്നെയാണ്. പറഞ്ഞ പോലെ മിനിഫർ സെബിയുടെ വൈഫ് വളരെ ആക്റ്റീവായിട്ട് നമ്മളിവിടെ കാണാറുള്ളത്. ഇവിടെ ഓരോ പശുവിനും പേരെഴുതി വെച്ച് അതിൻ്റെ ഓരോരുത്തർക്കും എത്ര തീറ്റയാണ് കൊടുക്കേണ്ടതെന്നുള്ള കണക്കൊക്കെ എഴുതി വെച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് ഈ ഫാമിലുള്ളത്. പ്രവൃത്തിയിൽ തന്നെ കാണാൻ പറ്റും ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല പരിപാടികളും ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾക്കുണ്ട്. ഈ ഒരു തൊഴുത്തിന്റെ രീതി തന്നെ എത്രയോ ആൾക്കാർക്ക് ഞങ്ങൾ മോഡൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ചൂട് കുറവായിരിക്കും. അതൊക്കെ ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇവിടെ കൊണ്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. നമ്മുടെ പറമ്പിൽ നിന്നുള്ള തെങ്ങ് അറുത്ത് അതിന് അഴികളുണ്ടാക്കി മലപ്പുറം ഭാഗത്തുനിന്ന് നമ്മൾ പനയോല കൊണ്ടുവന്ന് അത് മേഞ്ഞ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറഞ്ഞു. അതിലുപരിയായിട്ട് നമുക്ക് ഇതിനകത്ത് എത്ര വേനൽക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല കൂളിങ്, ചൂട് വരില്ല. അപ്പോൾ രണ്ടാമത്തെ ഗുണം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ചൂട് വന്നു കഴിഞ്ഞാലും നല്ല എയർ സർക്കുലേഷൻ കൊടുത്തു. പോയിക്കോളും. അപ്പൊ പശുക്കൾക്ക് ആ സ്ട്രെസ് വളരെ കുറയും. അപ്പൊ അത് നമുക്ക് അവരുടെ ഹെൽത്തിനും പാലുൽപാദനത്തിനൊക്കെ വളരെ ഉപകരിക്കും. അപ്പൊ കണ്ടാച്ചിരി ദാരിദ്ര്യം തോന്നുമെങ്കിലും പക്ഷെ അതിലൊരു നിങ്ങൾ ചിലയിടത്തൊക്കെ ഗ്ലേസ് സ്റ്റൈലൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് ഓല വെച്ചാണ് ഞങ്ങള് വേണ്ടത് അത്ര ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എന്നുള്ളതാണ്. ഈ ഗ്ലേസ് സ്റ്റൈൽ ഒരു എക്സ്പെൻസീവ് സാധനമല്ലേ അത്? അല്ല, അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബോക്സ് തീറ്റ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഡയറക്റ്റ് തീറ്റ പ്ലാസ്റ്റിക് ബോക്സ് ആയിരുന്നു. അപ്പൊ അത് ഒരുപാട് മേടിച്ച് പൈസ പോയി. അപ്പോഴാണ് ഇങ്ങനെ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ടൈൽസ് ഇട്ടാനാണ്ട് ഞാൻ വിചാരിച്ചത് ഒരു ലക്ഷറി ആയിട്ട് ചെയ്തേക്കണതാണ്. പിന്നെയാണ് അതിന്റെ ഗുണം മനസ്സിലായത്. നമുക്ക് ഡയറക്റ്റ് അതിനകത്തേക്ക് തന്നെ തീറ്റിട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ ഫംഗസ് പിടിക്കില്ല, ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പശുവാണെങ്കിലും അത് നക്കി തുറച്ച് അവർ തിന്നോളും. പിന്നെ മാനുവൽ ലേബറും കുറയാണ്. അല്ലെങ്കിൽ ഈ പെട്ടി എല്ലാം കൊണ്ടുപോയി പിന്നെ അവർ കഴുകി പാലിന്റെ വിപണനം ഭൂരിഭാഗവും ഇവിടെ രാവിലെ ഒരു 160 ലിറ്ററോളം ഇവിടെ തന്നെ 4:30 മുതൽ ആൾക്കാർ വാങ്ങാം. 7 മണി വരെ. അത് റെഡി ക്യാഷ് ആണോ? റെഡി ക്യാഷ്. വളരെ ചുരുക്കം ചിലർ മാത്രം മന്ത്ലി, ചില അഡ്വാൻസ് തരുന്നവരുണ്ട്. അപ്പോൾ 7 മണി വരെ ഇവിടെ പാല്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പാല് സൊസൈറ്റി. അല്ലെങ്കിൽ ആൾക്കാർ ഫോൺ വിളിച്ച് പറയണമെങ്കിൽ ഞങ്ങൾ എടുത്തു വയ്ക്കും. ഇവിടുത്തെ ആക്ടിവിറ്റീസ് രാവിലെ എത്ര മണിക്ക് തുടങ്ങും? ഇവിടെ ഫാമിൻ്റെ ഉള്ളിൽ 2:30 തുടങ്ങും. വെളുപ്പിനെ 2:30 തുടങ്ങും. കാരണം 3 പേര് ആണ് ഈ 40 പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരാദ്യം വന്ന് ചാണകം വാരി അത് കഴിഞ്ഞിട്ട് പശു. ചാണകം എന്താ ചെയ്യുന്നത്? ചാണകത്തിന് ടാങ്ക് ഉണ്ട്. അത് വേനൽക്കാലത്ത് അത് ഉണക്കി ഉണക്കച്ചാണകമായിട്ട് അതിന് നല്ല ഡിമാൻഡ്. ഉണക്കച്ചാണകമായിട്ട് വിൽക്കും. അതിന് ഒത്തിരി പേര് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട്. അത് ശരി. ഈ സീസണിൽ ഒത്തിരി ഡിമാൻഡാണ്. പക്ഷെ നമുക്ക് ഉണക്കാൻ സാധ്യത.
അപ്പോൾ അത് കേട്ടു. ഇപ്പോൾ ചാണകം ഉണക്കാനായിട്ടുള്ളൊരു മെഷീൻ ആയിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചാണകം ഉണക്കാൻ മെഷീൻ വെക്കാൻ പോവുക. അതായത് 1 മണിക്കൂറിൽ 250 കിലോ ചാണകം ഉണക്കാൻ സാധിക്കും. അതിപ്പോൾ ചൂട് എങ്ങനെയാണോ ഉണ്ടാകുന്നത്? അല്ല, അത് നാച്ചുറലായിട്ട് അത് പിഴിയാണ്. കാരണം പിഴിഞ്ഞ് അതിനകത്ത് വെള്ളം കളഞ്ഞിട്ട് അത് 20% മോയ്സ്ചറിൽ അത് പുറത്ത് കിട്ടും. ചൂടാക്കി ഉണക്കുക? അല്ല അല്ല, അപ്പം അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്നില്ല.